എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അമൃതപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതാണ് പഴം, അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് കഷ്ണം വെട്ടിയെടുക്കാം, അരയ്ക്കാനായിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ പഴം ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പഴം അരച്ചെടുത്തത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അമൃതപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അമൃതപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഴം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് പൊടി ഇടേണ്ടി വരും. അപ്പം ഞാൻ കുറച്ചേ പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂട്ടിപ്പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ അമൃതപ്പൊടി ഇട്ടിട്ട് കുറച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ പൊടി ഇടാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല, അതും ടേസ്റ്റാണ്. പക്ഷേ ഈ അമൃതപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയതിന് ശേഷം മാവൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ ഒരു ബോൾ ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. ഞാൻ തട്ട് വെച്ചിട്ട് ഓട്ടത്തട്ട് വെച്ചിട്ടൊരു വാഴയില വെച്ചിട്ടുണ്ട്. അതിലൊന്ന് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് ഞാൻ ബോൾ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്